മല്ലനാണിവൻ വീരനാണിവൻ ഇക്രോ മല്ലനാണിവൻ വീരനാണിവൻ ഇക്രോ രാവിലെ ഇരുന്നാണ് പത്രം വായിച്ചത്. ചേട്ടാ കാശിരിക്കലാട്ടെ, ഞാൻ ചായ കുടിച്ചിട്ടില്ല. അയ്യോ, ഞാനും ചായ കുടിച്ചിട്ടില്ല. നീ ആരാടാ? അമിതാഭ് ബച്ചനോ? താഴെ ഇറങ്ങി നിൽക്കടാ. ഇപ്പൊ അജു വർഗീസായി. ഇതാടെ കയ്യില് ഫോണാണ്. എന്ത് ഫോൺ? സാംസങ്ങിന്റെ ഫോൺ. സാംസങ്ങിന്റെ ഫോൺ എന്തിനാണ് നിന്റെ കയ്യിൽ അയ്യോ, വന്നിരിക്കുന്നത്? സാംസങ്ങിന്റെ എന്ന് പറഞ്ഞാൽ സാംസങ് മൊബൈൽ കമ്പനിയുടെ ഫോണാണ് ചേട്ടാ. ഇതിൽ ഫേസ്ബുക്ക് ഉണ്ട്, വാട്സാപ്പ് ഉണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ചേട്ടാ. കക്കൂസ് ഉണ്ടോ? അയ്യേ, കക്കൂസ ആരെങ്കിലും ഫോണിൽ കൊണ്ട് നടക്കും ചേട്ടാ. എടാ, നിന്റെ വീട്ടിലെ കക്കൂസ് ഉണ്ടോന്ന് ഒറ്റ അടി അടിച്ചോണ്ടല്ലോ. എടാ, നിന്റെ അച്ഛൻ കക്കൂസ് പണിയാനുള്ള അപേക്ഷയായിട്ട് പഞ്ചായത്ത് ഓഫീസിന്റെ വരാന്തയിൽ കയറി ഇറങ്ങി നടക്കാണ്. അപ്പൊ അവൻ സാംസങ്ങിന്റെ മൊബൈലായിട്ട് മല്ലനാണിവൻ ബിരുദനാണിവൻ വീരനാണിവൻ ഇക്രോ മല്ലനാണിവൻ ബിരുദനാണിവൻ വീരനാണിവൻ ഇക്രോ ഹലോ, കാശ്. എന്തേ? കാശേ കാശില്ല. എന്താടാ? അവിടെ വെച്ചേക്ക്. എന്ത്? അവിടെ വെച്ചേക്കാൻ. മല്ലനാണിവൻ ബിരുദനാണിവൻ വീരനാണിവൻ ഇക്രോ നീയോ? ഏയ് കാശ് ഇല്ലെന്ന് മുമ്പ് പറഞ്ഞില്ലടാ. എന്നാ അവിടെ വെച്ചേ. ഓ, ടൗണിലെ സ്കൂളില് 3 പഠിക്കുന്ന രാധാകൃഷ്ണൻ പിപ്പിയുടെ അച്ഛനല്ലേ നീ? അതെ. ഇവിടെ എന്താ ഇരിപ്പുണ്ടല്ലോ? ഇതെന്തിനാണോ എന്നെ തന്നെയത്? എടാ, നിന്റെ ആ വൃത്തികെട്ട കൂതറ ചെക്കൻ എന്നെ കാണുമ്പോ വിളിക്കുന്ന പേരെന്താന്നറിയോ? എന്തുവാ? ഹിക്രോന്ന്. എന്തോന്ന്? ഹിക്രോ. എന്താ ഇപ്പൊ ചിരിച്ചത്? അല്ല, ഈ രൂപം ഇക്രു എന്നുള്ള പേരൂടെ കേട്ട ഇത് ആർക്കാ ചിരി വരാത്ത? കണ്ടടാ, ആ പേര് കിട്ട നീ പോലും ചിരിച്ചില്ലേ? പക്ഷെ എന്റെ അപ്പൻ എനിക്ക് പള്ളിയിലിട്ട പേരെന്താന്ന് അറിയോ നിനക്ക്? ബെഞ്ചമിൻ ബ്രൂണോ. കണ്ടോ, ഞെട്ടിയില്ലേ? എന്നാൽ എന്റെ ഒരു ചിറ്റ, ജലജ ചിറ്റ, ചെറുപ്പത്തിൽ എന്നെ ഓമനിച്ച് വിളിച്ച പേരാണ് ഇക്രൂന്ന്. പക്ഷെ എനിക്ക് ഓർമ്മ വെച്ച കാലത്ത് ആ ചിറ്റയുടെ നാവ് ചവിട്ടി പൊളിച്ച് കൈയും കാലും തല്ലി ഓടിച്ചവനാണ് ഞാൻ. ആ കേസ് ഇപ്പോഴും നടന്നോണ്ടിരിക്കുക. ഈ ചുക്കിലാരും എന്നെ ഇക്രൂന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇത് നിനക്കൊരു പാഠമായിരിക്കട്ടെ. രാധാകൃഷ്ണൻ പിപ്പിക്കും. മല്ലനാണിവൻ ബിരുദനാണിവൻ വീരനാണിവൻ ഇക്രോ കണ്ടല്ലോ. കാശ് കാശ് ഇല്ലെന്ന് കൊറേ നേരമായിട്ട് പറയലടാ. എന്നാ അവിടെ വെച്ചേക്ക്. ഇത്രയും ചെയ്തിട്ട് നിന്നെ കേട്ടില്ലല്ലേ കാളിദാസാ?